ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏവർക്കും നക്ഷത്രങ്ങളിലേക്ക് സ്വാഗതം. സമാധാനത്തിന്റെയും ശാന്തിയുടെയും സാഹോദര്യത്തിന്റെയും രക്ഷയുടെയും സജീവ ബജസ്സുകൾ വാനിലുയർത്തിക്കൊണ്ട് വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായിരിക്കുന്നു. മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളും കേക്കിന്റെ മാധുര്യവും ആസ്വദിച്ച് കരോൾ ഗാനത്തിന്റെ അകമ്പടിയോടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുമ്പോൾ മാധുര്യമൂറുന്ന ക്രിസ്മസ് ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ എന്നും ആനന്ദം നൽകുന്നവയാണ്. കാത്തിരിപ്പിന്റെ മാഹാത്മ്യവും അതിലൂടെ ക്ഷമയെന്ന ത്യാഗത്തിന്റെ മേന്മയും രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്ന ആട്ടിടയന്മാരുടെയും രാജാക്കന്മാരുടെയും ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിശ്വാസത്തിൽ അടിയുറച്ച പ്രതീക്ഷകളും ക്ഷമയോടെയുള്ള കാത്തിരിപ്പും നമ്മുടെ ജീവിതത്തെ ഉയർച്ചയിലേക്ക് എത്തിക്കും. കർത്തവ്യബോധത്തിന്റെ ആവശ്യകത എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് യൗസേ പിതാവിന്റെയും മറിയത്തിന്റെയും യാത്രയിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഗർഭിണിയായ ഭാര്യയോടൊപ്പം പേരെഴുതിക്കാനായി ബെത്ലഹേമിലേക്ക് അവർ നടന്നത് മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിനും നിയമങ്ങൾ അവ പാലിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മെ അറിയിക്കുന്നതിനും വേണ്ടിയാണ്. ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ നിങ്ങൾ കണ്ടെത്തും എന്ന വചനത്തെ അന്വർത്ഥമാക്കുന്ന ഒരു സംഭവമാണ് യൗസേ പിതാവിന്റെയും മറിയത്തിന്റെയും ഒരിടം തേടിയുള്ള യാത്ര. രക്ഷകനെ വരവേൽക്കാൻ അവർക്ക് ലഭിച്ചത് ഒരു പുൽക്കൂടാണ്. ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന അന്വേഷണങ്ങൾക്ക് രക്ഷ നൽകുന്ന ഉത്തരങ്ങൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. തെളിഞ്ഞു നിൽക്കുന്ന നക്ഷത്രങ്ങൾക്കും ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ദിവ്യശിശുവിന്റെ അടുത്തേക്ക് വഴി കാണിച്ചാണ് നക്ഷത്രം നമ്മളുടെ ശ്രദ്ധയിലേക്ക് എത്തുന്നത്. ജീവിതത്തിൽ സന്തോഷമെല്ലാം ആസ്വദിച്ച് ഉന്നതിയിൽ നിൽക്കുമ്പോൾ ആവശ്യക്കാരന് സഹായം ചെയ്യാനുള്ള സന്മനസ് കൂടി നമ്മളിലേക്കുണ്ടാവണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുള്ളവർ സമാധാനം സമ്മാനമായി സ്വന്തമാക്കിയിട്ടുള്ളവരാണ്. പുൽക്കൂടിന് ചുറ്റും നല്ല മനസ്സുള്ളവരുടെ ഒരു വലിയ കൂട്ടം തന്നെ കാണുവാൻ സാധിക്കും. ഏതവസരത്തിലും ഒപ്പം നിൽക്കുന്ന ഇത്തരം സൗഹൃദങ്ങൾ നല്ല ഹൃദയങ്ങളുടെ ഉടമകൾക്ക് ആഭരണങ്ങളാണ്. അലസമായി കളയാൻ ഉതകുന്ന ഒന്നും തന്നെ ക്രിസ്തുമസിന് ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ മേന്മ. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം അതിൻ്റെ എല്ലാ നന്മകളും ഉൾക്കൊണ്ട് ജീവിതത്തിൽ മൂല്യമേറിയതാകുവാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. നന്ദി.